കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഏതോ സിനിമ കണ്ട് റിവ്യൂ ചോദിക്കുന്ന പോലെയാണ് അച്ഛൻ, അമ്മ, മാമ, മാമി, ചേട്ടൻ, ചേട്ടന്റെ ഭാര്യ, ഭാര്യയുടെ വീട്ടുകാർ, വീട്ടുകാരുടെ വീട്ടുകാർ, ഫ്രണ്ട്സ്, ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ്, പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പർ, എന്തിന് വീട്ടിൽ പാൽ കൊണ്ടുവരുന്ന പാൽക്കാരൻ പോലും ചോദിച്ചു തുടങ്ങി ഇതുവരെ വിശേഷമൊന്നും ആയില്ലേന്ന്. അമ്മായിയമ്മ രാവിലെ തൊട്ട് രാത്രി അത്താഴം വരെയും മുറിഞ്ഞക്കോല വെച്ച് വിഭവങ്ങൾ ഉണ്ടാക്കി മടുത്തു. ഈ മുറിഞ്ഞക്കൊക്കെ കഴിച്ച് ഗ്യാസ് കയറി ഒന്ന് ഛർദിച്ചപ്പോ ആ കുരുട്ട തള്ള ഒന്ന് സന്തോഷിച്ചു. പിന്നീട് കാര്യം മനസ്സിലായപ്പം ഇമോഷണൽ ആയിട്ട് ഒരൊട്ട പറിച്ചില്ല. നിങ്ങളുടെ കുഞ്ഞിനെ കണ്ട് കണ്ണടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ലോകത്തിലെ ഒരു വാക്കും എന്നെ ഇതുപോലെ പ്രഗ്നന്റ് ആവാൻ മോട്ടിവേറ്റ് ചെയ്തില്ല. ഞാൻ തന്നെ വിപിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് എനിക്ക് പ്രഗ്നന്റ് ആവണം. അങ്ങനെ വിഷു വന്നു, ഈസ്റ്റർ വന്നു, നല്ല ഒരു തിരുവോണം വന്ന് വീടിന്റെ മുറ്റത്ത് കൊഞ്ഞനം കുത്താൻ തുടങ്ങി. അങ്ങനെ കാത്തിരുന്ന് ഞാൻ പ്രഗ്നന്റ് ആയി. അങ്ങനെ ഞാൻ ആ കലവറയ്ക്കകത്ത് പ്രസവ വാർഡിന്റെ അകത്ത് കയറി. അവിടെ ഡോക്ടർ എന്നെ കുറെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. കരച്ചിൽ കണ്ടപ്പം എന്റെ ഭർത്താവിനെയും കയറ്റിവിട്ടു. ഈ ചില സിനിമകൾക്ക് ആൾ കയറാത്തപ്പോൾ ഫ്രീ ടിക്കറ്റ് കൊടുത്ത് കയറ്റിവിടുന്ന പതിവില്ല, അതുപോലെ തന്നെ പ്രസവം കാണാൻ എന്റെ ഭർത്താവിനെയും കയറ്റിവിട്ടു. എന്റെ ടെൻഷനും വെപ്രാളവും കണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ പുഷ് പുഷ്, ട്രൈ അൺടിൽ യു സക്സീഡ്, പുഷ് അന്നു പുഷ്. അതും കണ്ട് ഈഗോ അടിച്ച് എന്റെ ഭർത്താവ് വിട്ടുകൊടുത്തില്ല. KGF സിനിമയിലെ ഡയലോഗ് അങ്ങ് ഇട്ടുതന്നു. അന്നു, നീ ആരെക്കുറിച്ചും ആലോചിച്ച് തല ബുന്നാക്കണ്ട. അവരാരും നിന്റെ അത്രയും ബലശാലികളല്ല. പ്രപഞ്ചത്തിൽ അമ്മേക്കാൾ വലിയ പോരാളി ഇവിടെ ആരുമല്ല. എന്നിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും. ഞാനാനെ തന്ത, ഞാനാനെ തന്ത, ഞാനാനെ. വിപ്പിന്റെയും ഡോക്ടറിന്റെയും മോട്ടിവേഷൻ കോമ്പറ്റീഷൻ കണ്ട് എനിക്ക് പ്രസവിക്കാനുള്ള മൂഡ് അങ്ങ് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൊറിയർ ഡെലിവറി ചെയ്യാൻ വരുന്ന പോലെ ആൾക്കാരെ പോലെ എന്റെ അമ്മയമ്മ കയറി വന്നു എന്റെ തലയിൽ തലോടിയിട്ട് എന്നോട് പറയുവാ, മോളെ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി ആയതുകൊണ്ട് നമുക്ക് ഓജസ്സും തേജസ്സുമുള്ള ഇംഗ്ലീഷ് പേര് തന്നെ ഇടണം. അതുകൊണ്ട് കുഞ്ഞിനെ നമുക്ക് സൺഫ്ലവറിന് വിളിക്കാം. റോമ സാമ്രാജ്യം കത്തിയെരിയുമുള്ള തള്ളയുടെ ഒരു വീരവായന. സകല ദൈവങ്ങളെയും വിളിച്ച് നമ്മുടെ പപ്പു ചേട്ടൻ പറയുന്ന പോലെ പഠിച്ചോനെ അങ്ങ് കാത്തോളിന്ന് പറയുന്ന സമയം കൊണ്ട് ഞാൻ പ്രസവിച്ചു. ഈ മഞ്ഞുമൽ ബോയ് സിനിമയിൽ സൗബിൻ ശ്രീനാഥ് ബാസിനെ എടുത്തോണ്ട് വന്ന പോലെയാണ് കുഞ്ഞിനെ എടുത്ത് വിപിൻ ഡെലിവറി റൂമിന്റെ പുറത്തോട്ട് പോയത്. അതൊക്കെ ഒരു വശത്ത്. ഈ ആലൊഴിഞ്ഞ പുറപ്പറമ്പ് പോലെയായി ചേച്ചി എന്റെ അവസ്ഥ. എവിടെ നോക്കിയാലും നിശബ്ദത. പ്രസവം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഡോക്ടറിന്റെ കൈയും പിടിച്ച് ഷേക്കാൻ കൊടുത്തത് വിപിൻ പറഞ്ഞു, അപ്പൊ ഡോക്ടറെ നമുക്ക് വീണ്ടും കാണാം. ഈശ്വര, ഈസ്റ്റർ വന്നാലും ക്രിസ്മസ് വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്തില്ലാന്ന് പറഞ്ഞു.